ആടി വാവച്ചി, പപ്പയെ ഡാഡ് എന്തുമാത്രം ഉപദ്രവിച്ചെന്ന് തോന്നുന്നു. എന്നിട്ട് അവസാനം എന്തായി? നിന്റെ ഡാഡിക്ക് നിന്റെ മമ്മയെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. അത് നമ്മൾ ഓൾറെഡി സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലോ. സോ ഞങ്ങൾ അങ്ങനെ. കുറുമ്പി, നിനക്കിപ്പോ അതും കേൾക്കണോ? ആഹാ, ഇത് രണ്ടും കൊള്ളാലോ. കഥ പറയാൻ തുടങ്ങിയപ്പോ എനിക്കിട്ട് പണി തീരുന്ന. ഷോ, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ പഞ്ഞിക്കിടുന്നു. മാനം, നിനക്ക് എന്തിന്റെ കേടായിരുന്നു? വെറുതെ കഥ പറയാൻ പോയതല്ലേ. ഇനിയിപ്പോ അനുഭവിച്ചോ. രണ്ടിനെയും സമാധാനിപ്പിക്കാൻ കഥ പറഞ്ഞു കൊടുത്തേക്ക്. ഇവിടെ ജാനോ, നീ എന്നെ തനിച്ചാക്കല്ലേ. നമുക്ക് വേണമെങ്കിൽ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാം നമ്മൾ എങ്ങനെയാ സ്നേഹിച്ചെന്ന്. മാനം, വേണ്ടാട്ടാ, എന്റെ അടുത്ത് കളിക്കാൻ വരല്ലേ. എനിക്കൊന്നും മറന്നിട്ടില്ല. ഓടി, നിനക്ക് ഒട്ടും സ്നേഹമില്ല. ഓ, തുറച്ചു നോക്കുന്ന കണ്ടില്ല അവള്. എനിക്കറിയത്തില്ലടാ അപ്പു, അന്ന് എന്ത് കണ്ടിട്ടാ ഞാൻ ഈ ഉണ്ടക്കണ്ണിയെ സ്നേഹിച്ചെന്ന്. ബട്ട് എനിക്ക് അവളെ അത്രമാത്രം ഇഷ്ടമായിരുന്നു. ഡിക്കുറുമ്പി, അതൊരു കോളേജ് കാലം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം. ജാനുമ്മ, അതായത് നിന്റെ മമ്മ, ക്ലാസ്സിലോട്ട് വരുമായിരുന്നു. അന്ന് അവൾ ക്ലാസ്സിൽ കയറി വന്നത്. അന്ന് എന്റെ നെഞ്ചത്തേക്കാ അവള് കയറി വന്നത്. അതിനുശേഷം ഞാൻ അവളുടെ പിറകെ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിലൊന്നും എനിക്കത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ബട്ട് അവളെ കണ്ട ശേഷം എന്റെ ഭഗവാനെ. അതിനുശേഷം ഓരോ ദിവസവും അവളെ കാണുമ്പോൾ ഞാൻ അവളുടെ പിറകെ തന്നെ പോകാൻ തുടങ്ങി. അവളോട് എന്റെ ഇഷ്ടവും പറഞ്ഞു. പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ അവക്കെന്ത് ദേഷ്യാന്ന്. അവക്ക് പണ്ടും ഇതിന്റെ 10 ഇരട്ടി ദേഷ്യമായിരുന്നു എന്നോട്. എന്നും പിറകെ പോകുമ്പോ ഒരു ദിവസം പോലും അവൾ എന്നെ വഴക്ക് പറയാണ്ട് നിന്നിട്ടില്ല. എന്റെ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്തു വരുന്നത് അവളുടെ വഴക്കുന്നായിരുന്നു. ജാനു, ജാനു, ഒന്ന് നിക്കടി, എടി നിക്കടി, ഞാനൊന്ന് പറയട്ടെ. മാനം, ഞാൻ എത്ര തവണയാ നിന്നോട് പറയുന്നേ എന്റെ പിറകെ എങ്ങനെ വരരുതെന്ന്. പറഞ്ഞാ എന്താ മനസ്സിലാവാത്തെ? സോറി, നീ പറയുന്ന രീതി അതായത് കൊണ്ടാണോ അതോ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ബട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓഹോ, നിനക്കെന്താടാ പട്ടാണോ? വെറുതെ എന്തിനാ എന്റെ പിറകെ വരുന്നേ? നിനക്ക് പറഞ്ഞ എനിക്ക് ദേഷ്യം വരുന്നു. ഇതൊന്നും നിർത്ത്. ഓ, ജാനു ഇന്ന് എന്നത്തെക്കാളും കലിപ്പിലാണെന്ന് തോന്നുന്നു. അയ്യോ, പേടിയാവുന്നു. ഓ, നീ തുറച്ചു നോക്കിയാ ഞാൻ ഇപ്പൊ പേടിക്കും. ഒന്ന് പോയേ. മാനം, നിനക്ക് എന്താ കുഴപ്പം? നിനക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്ത് കണ്ടിട്ട് എന്റെ പിറകെ വന്നേക്കുന്നേ? ഇവിടെ എന്ത് മാത്രം കുട്ടികളോ വേറെ ഉള്ളത്? നിനക്ക് അവരാരെയും സ്നേഹിച്ചൂടെ? എന്റെ പിറകെ വന്ന് വെറുതെ സമയം കളയാതെ. അവരാരെയും സ്നേഹിക്കാൻ പറ്റിയിരുന്നേ ഞാൻ അവരുടെ പിറകെ പോകത്തില്ലായിരുന്നോ? നിന്റെ പിറകെ വരുവോ? നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയല്ലേ നിന്റെ പിറകെ വരുന്നേ. മറ്റെല്ലാരെക്കാളും നിനക്കെന്തോ സ്പെഷ്യൽ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ നിന്റെ പിറകെ ആയത്. ഇല്ല, എനിക്ക് എന്തിന്റെ കേടാ? ഓ, നിനക്ക് വട്ടം. പോയി വല്ല ഡോക്ടറെ കാണും. ഇന്ന് ഭയങ്കര ദേഷ്യത്തില. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല, ഞാൻ നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ജാനുസേ, ഗുഡ് മോർണിംഗ്. നിനക്ക് ഒരു ദിവസം പോലും എന്റെ മുന്നിൽ വരാതിരിക്കാൻ പറ്റത്തില്ല. സോറി, ഈ ജന്മത്തിൽ ഇനി പറ്റും തോന്നില്ല. ഓ, ഇന്നെന്താ നിന്റത്? ജാനുസേ, ഞാനൊരു കാര്യം പറയട്ടെ. നീലേ ദേഷ്യപ്പെടുമ്പോ നിനക്കാണ് എന്ത് സുന്ദരിയാണെന്നോ. എനിക്ക് അറിയത്തില്ല. ഞാൻ എന്നും നിന്നോട് കൂടുതൽ അടുത്തോണ്ടിരിക്കുക. മാനോ, നിനക്ക് പറഞ്ഞാൽ എന്താ മനസ്സിലാകത്തെ? ഒരു ദിവസം ഇങ്ങനെ വന്ന് ഫ്ലേർട്ട് ചെയ്താൽ ഞാൻ വീഴുന്ന? നിനക്ക് എന്തറിഞ്ഞിട്ടാ എന്നെ കുറിച്ച്? എനിക്ക് നിന്നെ പറ്റി ഒന്നും അറിയില്ല. ബട്ട് അറിയാനും ആഗ്രഹമില്ല. എനിക്ക് നിന്നെ മാത്രം മതി. എനിക്ക് ഈ സമയത്ത് ഒരാൾ എന്റെ കൂടെ വേണം തോന്നിയ അത് നീ മാത്രം. അതുകൊണ്ട് ഞാൻ നിന്നെ വിടാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. മാനോ, നിനക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയത്തില്ല. എന്നാ ഒരു കാര്യം കേക്ക്, നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഞാൻ. അതിന് ഞാനെന്താ ഉദ്ദേശിക്കുന്നതെന്ന് തനിക്കറിയോ? ഇല്ലല്ലോ. പിന്നെ നീ എന്താ പറയുന്നേ? മാനോ, ബി സീരിയസ്. ഞാൻ തമാശ പറയുവല്ല. എന്റെ ജീവിതവും എന്റെ ജീവനും എല്ലാരും പോലെ അല്ല. ഞങ്ങള് വ്യത്യസ്തരാ. ഇന്നോ നാളെയോ ആരെങ്കിലും കയ്യിൽ നിന്ന് മരിക്കാനാ എന്റെ വിധി.
എന്ത് കണ്ടിട്ടാ എന്നെ സ്നേഹിക്കുന്നേ? നീ ഇപ്പൊ പറഞ്ഞത് ഒന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ ലോകത്ത് ആരും സ്ഥിരമല്ല. സോ നീയും മരിക്കും, ഞാനും മരിക്കും. പക്ഷെ ഞാൻ മരിക്കോളം നീ എന്നെ കൂടെ വേണമെന്ന് എനിക്ക് വാശിയ. അതുകൊണ്ട് തന്നെ നീ എന്നെ തിരിച്ച് സ്നേഹിച്ചേ മതിയാവും. അല്ലേ നിന്നെ ഞാൻ സ്നേഹിപ്പിക്കും. മനു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. സാധാരണ ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തരാ ഞങ്ങള്. എനിക്കൊരു ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഹീസ് എ മാഫിയ. അതുകൂടാതെ നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ ഏട്ടൻ ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടാൻ എന്നെ സമ്മതിക്കുമെന്ന്? ഓഹോ, അപ്പൊ തന്റെ ചേട്ടൻ മാഫിയയിലാണോ? നല്ല കാര്യം. അളിയനൊരു മാഫിയാണെന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനം തന്നെയാ. സോ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. എടാ, നീ എന്തൊക്കെയാണ് പറയുന്നേ? ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചു. നീ എന്റെ ക്ലാസ്സിലായിരുന്നു എന്നത് കൊണ്ട് മാത്രം. ബി ഫ്രണ്ട്സ്. അല്ലാതെ അതിനപ്പുറം വേറൊന്നും വേണ്ട. നീ ഇനിയും അത് കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ എനിക്കിനി നിന്നോട് സംസാരിക്കണ്ട. ജാനൂസേ, അത്ര പെട്ടെന്ന് പെണങ്ങല്ലടി. നീന്റെ മൊത്തല്ലേ? ആ ഓക്കെ, ഇപ്പൊ അല്ല, പക്ഷെ ആയിക്കോളും. ജാനൂസേ, ഞാൻ പറയുന്നേക്ക്. നീ ആരാന്നോ നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെന്നോ എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് നിന്നെ മാത്രമല്ലടി ഇഷ്ടം. നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ എത്ര ദിവസമായി ഇങ്ങനെ പിറകെ നടക്കുന്നു. നീ ഒന്ന് അറ്റ്ലീസ്റ്റ് എന്റെ ലവിനെങ്കിലും റെസ്പെക്ട് ചെയ്യൂ. എടാ, ഇത്രയും ദിവസമായിട്ട് ഞാൻ ഈ കാര്യം ഏട്ടനോട് പറയാതെന്നത് ഞാൻ നിന്നെ ഓക്കെ. എടാ, ഏട്ടൻ അറിഞ്ഞ നിന്നെ കൊല്ലും. വേണോ നിനക്കത്? നിനക്ക് വേണ്ടിയല്ലേ മരിക്കാൻ പോലും ഞാൻ റെഡിയാ. എന്താടാ, സിനിമ കണ്ട് വട്ടായതാണോ? അവരെ പോലെ ഹീറോ ആവാൻ നോക്കുന്നു? എടാ, നീ എനിക്ക് വേണ്ടി മരിക്കാൻ നീ ആരാ? നിനക്കെന്താ ഫാമിലി ഇല്ലേ? ഒരു പെണ്ണിന് വേണ്ടി മരിക്കാന്ന് സമ്മതിക്കുന്നു. നീ ഇത് എന്താടാ? എടാ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എങ്ങാനും എനിക്ക് വേണ്ടി നീ മരിക്കുവാണെങ്കിൽ നിനക്കത് വീട്ടുകാരില്ലേ? അവരെന്ത് മാത്രം വിഷമിക്കും? വെറും മണ്ടനാ നീ. ഓഹോ, അപ്പോ നീ എന്നെയും എന്റെ ഫാമിലിയെ കെയർ ചെയ്യുന്നുണ്ട്. വൈ? എന്താ കാര്യം? നിനക്കതിന്റെ ആവശ്യമില്ലല്ലോ. ഓ, ഉത്തരം കിട്ടിയോ? എനിക്ക് നിന്നിൽ കുറച്ച് ചേഞ്ച് ഒക്കെ കാണുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിനക്ക് ഇതൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയാം. എനിക്ക് അച്ഛനും അനിയത്തി മാത്രമേ ഉള്ളൂ. വീട്ടുകാരെന്ന് പറയാൻ ആദ്യമായിട്ടാ കണ്ടതിൽ ഒരു പെണ്ണിനെ എനിക്ക് ഇഷ്ടമാവുന്നത്. കോമഡി എന്താന്ന് വെച്ചാൽ അവർക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ബട്ട് എനിക്കങ്ങനെ ഉപേക്ഷിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ബിക്കോസ് ദാറ്റ്സ് മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലവ്. അതിനിടെ വേറെ ആരും വരത്തില്ല. സോ ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ എന്റെ ജീവിതകാലം മുഴുവനും. നീ എന്ത് വേണമെങ്കിലും ആലോചിച്ച് തീരുമാനിച്ചു. ഐ ഡോണ്ട് കെയർ. ബട്ട് ഞാൻ വിചാരിക്കുന്നു നീ എനിക്ക് തരുന്നത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും. മനു, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഇതിൽ കൂടുതലൊന്നും നിന്നോട് പറയാനില്ല. നീ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ്, ഇനി ഈ കാര്യം പറഞ്ഞ് എൻ്റെ പിറകെ വരരുത്. എനിക്കിപ്പോഴും ഇനി പറയാനും ഒരേ മറുപടിയുള്ളൂ. എനിക്കിതിനൊന്നും താല്പര്യമില്ല. എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. സോ നീ തന്നെ നിന്നെ മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. അതെ, ഇങ്ങനൊക്കെ പറഞ്ഞു പോവാന്ന് വിചാരിച്ചോ? നടക്കത്തില്ല. ഈ മാനം ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളെ സ്വന്താക്കി ഇരിക്കും. നീ നോക്കിക്കോ, നീ എന്റെയാ. ഓ മൈ ഗോഡ്, ഇവനെന്താ പറഞ്ഞ മനസ്സിലാകത്തെ? ഇവ മിക്കവാറും എനിക്ക് പയ്യ ഇനി മറച്ചു വെക്കാൻ. നിന്നെ എനിക്ക് എത്രമാത്രം ഇഷ്ടമാണെന്നോ? ബട്ട് എനിക്ക് പറ്റത്തില്ല നിന്റെ ലൈഫും കൂടി റിസ്കിലാക്കാൻ. സോ ഒന്ന് മനസ്സിലാക്കി പിന്മാറും പ്ലീസ്. മാനോ, എന്താടാ? എന്താ പറ്റിയ? എന്താടാ മാനോ? ജാനുനെ ആരോ? ഹാ,
എന്താടി പറ്റിയത്? ആരാ അവൻ? കുറച്ച് ദിവസമായിട്ട് എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കുക അവൻ. ഇന്ന് എടി കൊമ്പെ, ഇത് നേരത്തെ പറയാറുന്നില്ലേ? എന്താ ഇങ്ങനെ മറച്ചു വെക്കുന്നേ? എന്തേ? ഓ, ഞാനാരാ? ഇതെല്ലാം അറിയാം അല്ലേ? അതെ, നീ ആരാ? ഓ, ഞാനാരാ? ഞാനാരല്ലല്ലോ നിനക്ക്. അതല്ലേലും അല്ല, ഞാനല്ലേലും നിനക്ക് ഏട്ടനുണ്ടല്ലോ, വലിയ മാഫിയാണെന്ന് പറഞ്ഞിട്ട് അവനോട് പറയാറുന്നില്ലേ? അവനാർന്നെ ഇപ്പൊ കൊന്നു കളഞ്ഞല്ലോ. എന്ത് പൊന്നുമോക്ക് അത് പറ്റിയില്ലേ? ഓ, മഹാമനസ്കത. ആരെയും വേദനിപ്പിക്കാൻ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതുകൊണ്ടല്ലേ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഓ സോറി, ഞാനാരാ ഇതൊക്കെ പറയാൻ? മനു പ്ലീസ്. ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ എന്തിനാ പറയുന്നേ? എടി, നിനക്കറിയോ ഞാൻ എന്തുമാത്രം പേടിച്ചു? നിനക്ക് ഇങ്ങനെ അറിയാനാ? യു നോ വാട്ട്, എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്. അത് നീ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. എന്തേ? എന്തിനാ തല താഴ്ത്തിയേക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അല്ല, നീ പറഞ്ഞത് സത്യമല്ല. എനിക്ക് നിന്നോട് അങ്ങനെ ഒന്നുമില്ല. ഓ ഇല്ല, മുഖത്ത് നോക്കി പറ. മുഖത്ത് നോക്കി പറ. നീ നിനക്കൊണ്ട് പറ്റത്തില്ല. എനിക്കത് അറിയാമായിരുന്നു, നിനക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ ആദ്യം നിനക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കും എന്നാ വിചാരിച്ചത്. പക്ഷെ പിന്നീട് നീ അന്ന് പറഞ്ഞില്ലേ നിന്റെ ഏട്ടൻ മാഫിയാന്ന്. അപ്പോഴാ ഞാൻ വേറെ രീതിയിൽ ആലോചിച്ചത്. എനിക്കോ എന്റെ ഫാമിലിക്കോ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നീ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി, നീ എന്നെ കെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് നിന്റെ ഫാമിലി കാരണം ഒന്നും സംഭവിക്കാതിരിക്കാനല്ലേ നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ടല്ലേ നീ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നെ ഇഷ്ടമല്ലാന്ന്. ഇനിയെങ്കിലും വാ തുറന്ന് പറയടേ. നീ വെറുതെ എന്നെ ദേഷ്യപ്പെടുത്തല്ലേ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. എന്നെക്കൊണ്ട് പറ്റത്തില്ല നിന്നെ സ്നേഹിക്കാൻ. നിനക്ക് ഞാൻ ചേരത്തില്ലടാ. നിനക്ക് നല്ല പെൺകുട്ടിയെ കിട്ടും എന്ന് വെച്ച് എനിക്ക് പറ്റത്തില്ല. എനിക്ക് നിന്റെ ലൈഫ് റിസ്കിലാക്കാൻ പറ്റത്തില്ലടാ. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. എന്നെ വിട്ടു പോ. ഇത്ര അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ നിന്നെ വിട്ടു പോകുന്നു? നടക്കൂല മോളെ. ഇനി ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകത്തില്ല. എടാ, പറഞ്ഞാലൊന്ന് മനസ്സിലാക്ക്. ഇനി ഒന്നും മനസ്സിലാക്കാനില്ലടി. നിനക്കെന്നെ ഇഷ്ടമെന്ന് മനസ്സിലായി. ഇനിയൊന്നും എനിക്ക് മനസ്സിലാവണ്ട. ഐ എം സോ ഹാപ്പി. ഇനിയൊന്നും നീ എന്റെ കൂടെ ഉണ്ടാവും. ഒന്നിനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് പോലും നിന്നെ ഇനി എന്നിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ല. യെസ്, ഐ എം ക്രേസി. ഞാൻ നിന്റെ സ്നേഹത്തിന് മുന്നിൽ ക്രേസിയാ. എനിക്കറിയത്തില്ല നിന്നോട് എങ്ങനെയാ പറയാന്ന്. ബട്ട് എത്രമാത്രം ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നീ വെറുതെ എന്നെ കൂടി പ്രതീക്ഷ ഉണ്ടാക്കല്ലേ. എനിക്കത് സഹിക്കാൻ പറ്റത്തില്ലടാ. എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് പിന്നെ നെവർ. ഞാനെന്ന് നിന്റെ കൂടെ ഉണ്ടാവും. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ജാനസേ, ഗുഡ് മോർണിംഗ്. അതെന്താടി അങ്ങനെ ഒരു പറച്ചില്? ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെയല്ല, യു നോ. അതിനിപ്പോ എന്താ ഇവിടെ മാറിയത്? ഓഹോ, ടീസി. ആയിക്കോട്ടെ. അപ്പോ ഞാൻ നിന്റെ ആരാ? Of course, you are my classmate, my friend. Just friend? Yes, 100% you are my friend. ഓഹോ, അങ്ങനെയാണല്ലേ. Then I will show ഞാൻ നിന്റെ ആരാണ്. അതിനെന്തിനാ നീ ഇങ്ങനെ അടുത്തേക്ക് വരുന്നേ? മാറി നിന്ന് സംസാരിച്ചോ, എനിക്ക് കേൾക്കാൻ പറ്റൂ. ഓ റിയലി? എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു നിനക്കൊന്നും കേൾക്കുന്നില്ലാന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ആരാന്ന് ചോദിച്ചപ്പോ നിനക്കൊന്നും മറുപടി ഇല്ലാത്തത്. സോ ഞാൻ അടുത്ത് നിന്ന് ചോദിക്കാം. ഞാൻ നിന്റെ ആരാന്നാ പറഞ്ഞത്? അത് പിന്നെ നീ എന്റെ ഫ്രണ്ട്. ഓ, ജസ്റ്റ് ഫ്രണ്ട് ആണല്ലേ. പക്ഷേ നിന്റെ ഹൃദയമിടിപ്പ് എന്താ ഇങ്ങനെ കൂടുന്നത്? I don't know. എനിക്കറിയത്തില്ല. ഓ,
എന്റെ പൊന്നുമോക്ക് അറിയത്തില്ല? എന്നാ ഞാൻ പറഞ്ഞു തരട്ടെ. അ, അ, എന്ത്? നിന്റെ ഹൃദയം എന്തിനാ ഇങ്ങനെ ഇടിക്കുന്നതെന്ന് അറിയോ? ബിക്കോസ് യു ലവ്സ് മീ. സോ ഇപ്പൊ മോൾക്ക് മനസ്സിലായോ ഞാൻ നിന്റെ ആരാന്ന്? ഇല്ലേ ഒന്നുകൂടി പരിചയപ്പെടുത്താം. നോ, വേണ്ട. I'm going. ഞാൻ നിന്നെ പിന്നെ എടുത്തോളാം. മാനവ്, എനിക്ക് പേടിയാവുന്നു. എനിക്ക് ജെക്കയോട് എല്ലാ കാര്യങ്ങളും പറയണം. ജാനു, നീ എന്താ പറഞ്ഞു വരുന്നത്? ജെക്കെ കാണാൻ ഞാൻ വരണം എന്നാണോ? യെസ്, അവനോട് എല്ലാം പറയണം. നീയും വേണം എൻ്റെ കൂടെ. ഓക്കെ, ഞാൻ വരാം. നീ പേടിക്കാതിരിക്കുക, എല്ലാം ശരിയാവും. പിന്നെ എനിക്ക് കുറച്ച് ദിവസം ഞാൻ ബിസി ആയിരിക്കും. എനിക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സോ അത് കഴിഞ്ഞ് ഞാൻ അറിയിക്കാം ഞാൻ എന്താ ഫ്രീ ആവുന്നതെന്ന്. അന്ന് നമുക്ക് ജെക്കെ കാണാൻ പോവാം. ആ, അത് മതി. ഞാൻ നിന്നോട് പറയാം എന്നാ വരണ്ടേന്ന്. നീ അന്ന് ഫ്രീ ആണെങ്കിൽ എന്നോട് പറ. ഓക്കെ, എന്നാ ഞാനിപ്പോൾ ഇറങ്ങട്ടെ. ആ, പിന്നെ മാനവിയോട് എൻ്റെ അന്വേഷണം പറയണം. പിന്നെ അവളെ കാണാൻ വരണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഇപ്പൊ പറ്റത്തില്ല, ജെക്കെ അറിഞ്ഞ പണിയാവും. അതിനെന്താ, നിങ്ങൾ തമ്മിൽ നല്ല സംസാരമാണെന്ന് കേട്ടു. എന്താ വീഡിയോ കോളൊക്കെ ചെയ്യുന്നെന്നും പറഞ്ഞു. സോ നിങ്ങൾ അങ്ങനെ സംസാരിക്കും, അവളെ കാണാം പിന്നീട് ഒരിക്കൽ. ആ, ഓക്കെ ഓക്കെ. പിന്നെ ഒന്നുമില്ല, നീ പോ. ഒന്നുമില്ലാന്നോ? അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്തുകൊണ്ട്? ഒന്നും തന്നെ ഇല്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. നീ പോ. ഓഹോ, എന്നാലേ ഇത് ഞാൻ എടുക്കുക. സമ്മതമില്ലാതെ കിസ് ചെയ്യുന്നോടാ. എന്നാ ഇനി സമ്മതം ചോദിച്ചിട്ടൊന്ന് തന്നാലോ? ഇവിടുന്ന് പോയേ, അല്ലെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. പിന്നെ ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് ഫ്ലേട്ടിങ് കൂടുതലാന്നാ എനിക്ക് തോന്നുന്നത്. അത് വേണ്ടേട്ടാ, എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. ഓ ആയിക്കോട്ടെ, ഉത്തരവ് പോലും ആരടി. ഡാ ഡാ ഡാ, വേണ്ടേട്ടാ, എന്നോട് കളിക്കല്ലേ. സോ നീ പറയുന്നത് മാനു അവൻ ജാനുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നല്ലേ? അവള് തിരിച്ചു. സോ അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമല്ലോ. ആരാവൻ, എന്താ അവന്റെ ഉദ്ദേശം എന്നൊക്കെ. സോ കളക്ട് ചെയ്യും. വിത്തിൻ 24 hours എനിക്ക് അവനെ പറ്റി എല്ലാം അറിയണം. മാനവ്, കൊള്ളാം പേര്. മാനവ് എന്ന് പറഞ്ഞ മനുഷ്യൻ. നീ എന്തേലും ഉദ്ദേശത്തിന്റെ പുറത്താണ് എന്റെ പെങ്ങളെ സ്നേഹിച്ചതെങ്കിൽ you know what? I am not Manav like you. I am an animal. Looks like his characters are good. ഒരു പെങ്ങളും അച്ഛനും മാത്രമേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ്. ചെറുപ്പം തൊട്ട് ഇവിടെ തന്നെ ജയിക്കുന്നവൻ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിവേ, ജാനുന്റെ സെലക്ഷൻ കൊള്ളാം. മാൻവി, എനിക്ക് വയ്യ. അച്ഛനോട് പറഞ്ഞിട്ട് എത്ര തവണയാ പറയുന്നേ? നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഏട്ടാ, അച്ഛൻ അവിടെ തന്നെ ഉണ്ടോ? ആടി മോളെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവൻ എന്തൊക്കെയാ പറഞ്ഞേ? എനിക്ക് വയ്യ. എന്താ ഇത്? ഈ പ്രായത്തിലൊക്കെ ആരെയും കല്യാണം കഴിക്കും? അച്ഛാ പ്ലീസ് അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടിയല്ലേ, ഒന്ന് സമ്മതിക്കും. എനിക്ക് ആ അമ്മയെ ഒത്തിരി ഇഷ്ടമായി. എനിക്ക് ആ അമ്മയെ വേണം, പ്ലീസ് അച്ഛാ. അതെ അച്ഛാ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് വേണം അമ്മേ. അച്ഛൻ ഒന്ന് സമ്മതിക്ക്. ഇടച്ചു നിൽക്കാം. ഈ പ്രായത്തിൽ ആരെയും കല്യാണം കഴിച്ച നാട്ടുകാരെന്തായിരിക്കും പറയുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ എനിക്ക് ഇനി എന്തിനാടാ? നിങ്ങളൊക്കെ കല്യാണ പ്രായം എത്തിയില്ലേ? ഇനി നിങ്ങളല്ലേ കെട്ടേണ്ടത്, ഞാനാണോ? ഞങ്ങൾക്ക് കല്യാണ പ്രായമായിന്ന് വെച്ചിട്ട് അച്ഛൻ എന്താ കെട്ടിക്കൂടെ? ആഹാ, ഇത് കൊള്ളാലോ. നാട്ടുകാരാണോ നമുക്ക് ചെലവിനായിരുന്നേ? നമ്മൾ തന്നെ അധ്വാനിച്ചല്ലേ ചെയ്യുന്നേ. എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ഓരോ ന്യായങ്ങൾ പറയുന്നത്? നാട്ടുകാര് പറയുന്നത് കേട്ട് തുള്ളാൻ നിന്നാലേ നമ്മൾ അവിടെ തന്നെ നിക്കത്തേ ഉള്ളൂ. എടാ മക്കളെ, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. എടാ, ഇപ്പൊ ഒരു രണ്ടാമതൊരു കല്യാണമോ എനിക്ക് അതിലൊന്നും താല്പര്യമില്ലടാ. അതുകൊണ്ടാ. അതുമല്ല, ഇനിയിപ്പോ രണ്ടാമത് കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ അവര് നിങ്ങളെ രണ്ടുപേരെയും സ്വന്തം മക്കളെ പോലെ കണ്ടില്ലേ? എനിക്കത് സങ്കടവും. അതുകൊണ്ടാ. അച്ഛാ, ഞങ്ങളുടെ അമ്മയ്ക്ക് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഞങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അച്ഛൻ അമ്മയെ കല്യാണം കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമാവും. പ്ലീസ് അച്ഛാ, ഒന്ന് സമ്മതിക്ക്. എടാ എന്നാലും എന്നാലും ഇല്ല, അച്ഛൻ സമ്മതിച്ചു. ഏട്ടാ, ഇനി ആ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കും. ഞാൻ ലീവ് എടുത്ത് അങ്ങോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ആ ഓക്കെടി. പിന്നെ ജാനു ചോദിച്ചെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവള് എന്നോട് പറയുമായിരുന്നു അവളുടെ ബ്രദറിനെ ഒന്ന് കാണാൻ. സോ ഞങ്ങളൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാന്നാ വിചാരിക്കുന്നത്. നീ എന്താ പറയുന്നേ?
ഏട്ടാ പോയിട്ട് കണ്ടിട്ട് വരുന്നതൊക്കെ ഓക്കെ, പിന്നെ ആള് കുറച്ച് ഡേഞ്ചറാ, സൂക്ഷിക്കണം. ഓ ആയിക്കോട്ടെ. അല്ല നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ ഊഹിക്കാലോ, ഞാൻ എത്ര കഥകൾ വായിച്ചിട്ടുണ്ട്, അതിലൊക്കെ ഇങ്ങനെയാ. മാഫിയ എന്ന് പറഞ്ഞാൽ ഹാർട്ട്ലെസ്, ഡേഞ്ചറസ് അങ്ങനെയൊക്കെയാ. ഓഹോ അങ്ങനെയാണല്ലേ, ഞാൻ അറിഞ്ഞതേ ഇല്ല. ഒന്നുകൂടെ വെച്ചിട്ട് പോയേ, അവള് മാഫിയെ കുറിച്ച് വിവരിക്കുന്നു. ഏട്ടാ ഏട്ടാ എനിക്ക് എന്താന്ന് അറിയത്തില്ല, വില്ലൻസിനോട് കുറച്ച് താല്പര്യം കൂടുതലാ. എന്താ അത്? ആടി 2 അടിയുടെ കുറവാ, അല്ലാണ്ടൊന്നുമല്ല. ഞാൻ വന്നിട്ട് ശരിയാക്കാം. അയ്യോ അത് വേണ്ടേ, ഞാൻ വന്നിട്ട് തീർക്കാം. പിന്നെ അച്ഛാ ബൈ. ഏട്ടാ ഞാൻ വെച്ചിട്ട് പോകണേ, ക്ലാസ്സിലോട്ട് പോകാൻ ടൈമായി. ആ ശരി ശരി. മോളെ സൂക്ഷിക്കണം, ആരോഗ്യത്തെ ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ അച്ഛാ ബൈ. മോനെ, ഞാൻ ഒന്നും കൂടി പറയുക, ഇതൊക്കെ വേണോടാ. അച്ഛ ഈ പറഞ്ഞത് ഈ മാറ്റമില്ല. അച്ഛൻ റെഡിയായി നിന്നു. മക്കളെ കല്യാണം നടത്താൻ പോവാ. ഓ ഈ പണി കൊണ്ട് എനിക്ക് വയ്യ. ഈ വയസ്സായ കാലത്ത് ഞാൻ കെട്ടാൻ പോകുന്നു. ഹലോ ജാനുസേ, ഇന്ന് ഞാൻ ഫ്രീ ആടി. ഞാൻ ഇന്ന് വന്നോട്ടെ, നീ ഫ്രീ ആണോ? ആ മനു, ഞാൻ ഫ്രീയാ. നീ വരുന്ന ഉറപ്പല്ലേ? യെസ് ഡിയർ, ഞാൻ വരുന്നുണ്ട്. ഓക്കെ, എന്നാ ഞാൻ അഡ്രസ് വാട്സപ്പ് ചെയ്തേക്കാം. ആ ഓക്കെ ഡി. എന്റെ ഭഗവാനെ, നീ തന്നെ കാത്തോണേ, ഒന്നും സംഭവിക്കല്ലേ. ബോസിനെ കാണാൻ മാനു ജാനു വന്നിട്ടുണ്ട്. ഓ മാനം, അവൻ എന്നെ കാണാൻ വന്നു. ഓക്കെ, രണ്ടുപേരോടും അകത്ത് വരാൻ പറ. ഓക്കെ ബോസ്. മാനവ് ഇംപ്രസീവ് ആണല്ലോ. ഇത്ര പെട്ടെന്ന് എന്നെ കാണാൻ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏട്ടാ ആ ജാനു, നീ എന്താടി പതിവില്ലാതെ ഇങ്ങോട്ട്? ഓ യു ആർ മാനവ്, am I right? ഷോക്കായോ? പേടിക്കണ്ട, ഞാൻ തന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആൻഡ് ജാനിപ്പോ എന്തിനാ വന്നതെന്നും എനിക്ക് മനസ്സിലായി. ഏട്ടന് ഓൾറെഡി അറിയാമായിരുന്നോ? ഞാൻ നിന്റെ ഏട്ടനല്ലേ, വേറെ ആരുമല്ലല്ലോ. നിന്റെ ഓരോ കാര്യങ്ങളും എനിക്കറിയാം. അന്ന് കോളേജ് വെച്ച് നടന്ന സംഭവം നീ എന്താ എന്നോട് പറയാത്തത്? അത് ഏട്ടാ ഞാൻ സോറി. ജാനു, നിനക്കറിയാം എനിക്ക് ഇങ്ങനെ കെയർലെസ് ആവുന്നത് ഇഷ്ടമല്ലാന്ന്. ഞാനതറിയാൻ കുറച്ച് വൈകിപ്പോയി, ഇല്ലേ ഞാൻ അവനെ പച്ചയ്ക്ക് കത്തിച്ചേനെ. ആൻഡ് യു മാനവ്, അന്ന് നീ ഇടപെട്ടതിന് താങ്ക്സ്. അവക്ക് എന്തോ സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോ ഒന്നും നോക്കാണ്ട് നീ അതിനെതിരെ പ്രതികരിച്ചല്ലോ. അത് പിന്നെ ജെക്കെ, സോറി, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാ ഒന്നും നോക്കാണ്ട് എന്തൊക്കെയോ സംഭവിച്ചു പോയത്. ഞാൻ അറിയില്ല, എന്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ആ ടൈമില്. അതെനിക്ക് ഇഷ്ടമായി, അതുകൊണ്ടാ തന്നെ എനിക്ക് ഇഷ്ടമായത്. ഏട്ടാ ഏട്ടൻ എന്താ പറയുന്നത്? ഞാൻ മാനവിനെ ഇഷ്ടപ്പെടുന്നത് ഏട്ടൻ ഓക്കെ ആണോ? അതെന്താടി അങ്ങനെ ഒരു പറച്ചില്? നിനക്ക് നല്ലതാണ് എന്ന് എനിക്ക് തോന്നിയാ ഞാൻ അതിനെന്തായാലും കൂട്ടുവെക്കും. മറിച്ച് സ്നേഹിച്ച് ചതിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്റെ സ്വഭാവം മാറും. താൻ നോക്കണ്ടടോ, എനിക്ക് ഒരു സ്വഭാവമുണ്ട്. കൂടെ നിന്ന നെഞ്ചോട് ചേർത്ത് വെക്കും, പക്ഷെ ചർച്ച മുന്നും പിന്നും നോക്കാണ്ട് ഞാൻ വെട്ടിയരിയും. ഏട്ടൻ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് മാനവിനെ പേടിപ്പിക്കല്ലേ. താൻ പേടിച്ചോടാ? ഞാനെന്തിനാ പേടിക്കണ്ടേ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരിക്കലും വിശ്വാസവഞ്ചന കാട്ടത്തില്ല. ഐ ലൈക്ക് ഇറ്റ്. എല്ലാരെയും പോലെ നീ തന്നെ ജയിക്കെന്ന് വിളിച്ചോ. എനിക്ക് അതാ കേൾക്കാൻ ഇഷ്ടം. നീ വെറുതെ ബുദ്ധിമുട്ടണമെന്നില്ല. ഏട്ടാ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവനെയും കൂട്ടി ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. സോ ലെൻസ് കഴിച്ചിട്ട് പോയാൽ മതി. തനിക്ക് ഓക്കെ അല്ലേ? വേറെ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ? നോ, എനിക്ക് കുഴപ്പമില്ല. ഡി, നീ വേണേ ഇവന് ഇവിടെ വീടൊക്കെ കാണിച്ചു കൊടുത്തേക്ക്. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീട് ഏട്ടന്റെ വർക്ക്സിനും ഉള്ളതാ, നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഞങ്ങളുടെ വീട് കാണിച്ചു കൊടുക്കാം, ഇപ്പോഴല്ല, സമയം കിട്ടുമ്പോ. സോ ഇവിടെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഓ അങ്ങനെയാണേ അങ്ങനെ. എടി ജാനു, അവിടെ എന്താടി അങ്ങനെ സംസാരിച്ചത്? നീ ഏട്ടനും തമ്മിൽ എന്താ ഇങ്ങനെ? നീ എന്താ ഏട്ടനോട് ഇത്ര റൂഡായി സംസാരിക്കുന്നേ? മാനവ്, നീ ഒന്നും ചോദിക്കല്ലേ. എനിക്ക്
ഏട്ടന്റെ ബിസിനസ് ഒന്നും ഇഷ്ടമല്ല. അവനോട് ഞാൻ പണ്ട് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതാ മാഫിയ ബിസിനസ് ഒക്കെ ഉപേക്ഷിക്കാൻ. അവൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ ഞാനെന്തിനാ? എടി അതത്ര എളുപ്പമല്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ അവൻ നിന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നീ വെറുതെ അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ആ, ഞാൻ ദേഷ്യപ്പെടുന്നില്ല. എന്നേലും ഒരു കാലം അവനും മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാ. എല്ലാം ശരിയാവും. അവനെ നന്നാക്കാൻ ആരേലും വരുന്നേ, നീ പേടിക്കാതിരിക്കെ. ഉം. ആ, അല്ലടാ, നീ എന്താ നിനക്ക് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. അത് അത് സർപ്രൈസാ, അതിപ്പോ ഒന്നും പറയത്തില്ല, അത് അവസാനം പറയാം. അങ്ങനെയല്ല, അത് അങ്ങനെ സർപ്രൈസ് അല്ല, ബട്ട് ഇപ്പൊ നീ അറിയണ്ട. ആ, ഓക്കെ ഓക്കെ. നിനക്ക് സന്തോഷമുള്ള കാര്യമെങ്കിൽ എനിക്ക് സന്തോഷം. ഐ ലവ് യു ജാനു. ലവ് യു ടൂടാ. ഏട്ടാ, ഞാൻ ഒരാഴ്ച ലീവ് എടുത്തിട്ടുണ്ട്. ഇന്ന് ഇറങ്ങും. നാളെ രാവിലെ തന്നെ എത്തും. എന്നായി അവിടുത്തെ കാര്യം? എല്ലാം ഓക്കെ അല്ലേ? അച്ഛൻ ഓക്കെ അല്ലേ? ആ, ഇവിടെ എല്ലാം ശരിയായിട്ടുണ്ട്. നീ വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. വേഗം ഇറങ്ങാനുള്ള വഴി നോക്ക്. സേഫ് ആയിട്ട് വരണം. ഞാൻ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ആ, ഓക്കെ ഏട്ടാ. എന്നാ വന്നിട്ട് കാണാം. ആ ശരിടി, എന്നാ ഞാൻ വെക്കട്ടെ. ആ ഏട്ടാ. അച്ഛാ, ഞാൻ ഒന്ന് രജിസ്റ്റർ ഓഫീസിൽ വരെ പോയിട്ട് വരാം. ഓക്കെ, അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണേ. ആടെ ചെറുക്കാം, ഞാൻ പോലും എന്റെ കല്യാണത്തിന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ല. നീ എന്താടാ ഇങ്ങനെ? ഓ, അത് അച്ഛന്റെ സ്വന്തം കല്യാണം അന്ന് നടത്തിയതല്ലേ. ബട്ട് ഇത് ഞങ്ങൾ മക്കള് അച്ഛന്റെ കല്യാണം നടത്തുമല്ലേ, അതുകൊണ്ടാ. എന്തേലും ആവട്ടെ, അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കും. ഞാൻ പോയിട്ട് വരാം. ആ ശരി ശരി, നീ പോയിട്ട് വേഗം വാ. ആ ശരി എന്നാ. ആടാ അപ്പൂട്ടാ. എടാ കുരുപ്പേ, നീ ചിരിക്കുന്ന? വാവച്ചി, നിന്റെ വായില് വലിയ വർത്താനോ? എനിക്ക് വയ്യ. എടി, അതും കൂടി പറയണോ ഇനി? ഞാൻ അപ്പോഴേ പറഞ്ഞ പിള്ളേരുടെ വാശിക്കൊത്ത് നിൽക്കേണ്ടാന്ന്. ഇനിയിപ്പോ അനുഭവിച്ചോ. എല്ലാ സ്റ്റോറിയും പറഞ്ഞു കൊടുക്ക്. ജാനുസേ, ഞാൻ ഇതുവരെ പറഞ്ഞില്ലേ, ബാക്കി നീ പറ. ഓ പിന്നെ, എനിക്ക് അതല്ലേ പണി. എനിക്കിവിടെ 100 കൂട്ടം പണി വേറെ ഉണ്ട്. നീ വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തേക്ക്. പിള്ളേരുടെ ആഗ്രഹമല്ലേ. ജാനുസേ, ജാനു, നീ എന്തറിഞ്ഞിട്ടാ അവളെ അവിടെ നിൽക്കാൻ സമ്മതിച്ചത്? മാനു, ഞാൻ ഒന്നും മനഃപൂർവ്വം അല്ല. പക്ഷെ അവളുടെ തീരുമാനം എന്തോ ഉറച്ചതാന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ നിന്നോട് അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് പറ്റുന്നില്ലടേ. അവന്റെ മുന്നിൽ അവളെ ഇട്ടിട്ട് അവൻ അവളെ എന്താ ചെയ്ത നീയും കൂടെ അറിഞ്ഞതല്ലേ. അവനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായല്ലോ. ഞാൻ അവളുടെ ഏട്ടനല്ലേ, എന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മാനു, പ്ലീസ്, നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നീ ഇപ്പൊ എന്താ വിചാരിക്കുന്നത്. അവള് തന്നെയല്ലേ നിന്നോട് പറഞ്ഞത് അവളതെല്ലാം സോൾവ് ചെയ്യുന്നു. എങ്ങനെ സോൾവ് ചെയ്യാൻ നീ പറയുന്നേ? ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട്? മാനു, ജാനു, ഇത്രയൊക്കെ ചെയ്തത് അവൻ നിനക്ക് വേണ്ടിയല്ലേ? ജാനു, ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. മാനു, നീ എന്താ പറയുന്നേ? നിനക്ക് വല്ല ബോധമുണ്ടോ? മാനു, എങ്ങനെയാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നേ? പിന്നെ ഞാനെന്ത് പറയണം? അവൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് വയ്യ. മാനു, നീ എന്നോട് എന്നോട് പറഞ്ഞത് ഒന്നിനു വേണ്ടി എന്നെ ഉപേക്ഷിക്കില്ലാന്ന്. എന്നിട്ടിപ്പോ നീ... ജാനു, I'm sorry. എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറ. എടാ, എനിക്ക് മനസ്സിലാവും നീ എന്തുകൊണ്ടാ ഇങ്ങനെ പറയുന്നേന്ന്. പ്ലീസ്, നീ എന്നെ ഉപേക്ഷിക്കുന്നു മാത്രം പറയല്ലേ. എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നീ എന്നെ ഉപേക്ഷിക്കുന്നു പറഞ്ഞ ഇത് ഞാൻ ജീവിച്ചിരിക്കില്ല.
ജാനു അങ്ങനൊന്നും പറയല്ലേ. മാന, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ജെക്കിയുടെ മുമ്പിൽ ആക്ട് ചെയ്താലോ? ഞങ്ങള് തമ്മിൽ ബ്രേക്കപ്പ് ആയ മതി. അവനിപ്പോ കുറച്ച് പശ്ചാത്താപം തോന്നുമല്ലോ. എടീ, അത് അവന് മനസ്സിലാവില്ലേ? ഇല്ല. ഹലോ ബോസ്, സാമുവൽ ഡീലിംഗ് ഉറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ അറ്റ് 11 o'clock ബീച്ച് സൈഡിലുള്ള കൺസ്ട്രക്ഷൻ ബിൽഡിംഗിൽ പോവാൻ പറഞ്ഞിട്ടുണ്ട്. ബോസ് എന്താ ചെയ്യണ്ടേ? ഓക്കെ, ഐ വിൽ ബി ദർ. ഓക്കെ ബോസ്. മാൻവി, ഐ എം സോറി. ഇത് എൻ്റെ ലാസ്റ്റ് ആയിരിക്കും. ഇറ്റ്സ് മൈ പ്രോമിസ്. ആ ജാനു, എന്താ? സമാധാനായില്ലടാ നിനക്ക്? എന്നെ ഇങ്ങനൊരു അവസ്ഥയിലാക്കിയിട്ട് നിനക്ക് സമാധാനായില്ലേ? ജാനു, എന്താ പറ്റിയേ? എന്താ പറ്റിയെന്നോ? നിനക്കൊന്നും ഇതുവരെ മനസ്സിലായില്ലേ? നീ എന്തൊക്കെയാ ചെയ്തു വെച്ചെന്ന്? ജാനു, ഐ എം സോറി. ഞാൻ ചെയ്തതൊക്കെ തെറ്റാ, അതെനിക്ക് മനസ്സിലായി. എനിക്കുണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു അതൊക്കെ കഴിഞ്ഞു. ഐ എം സോറി. ഇപ്പൊ ഒരു സോറി പറഞ്ഞ അതൊക്കെ മാറുന്നാ നീ പറയുന്നേ? എന്തൊക്കെയാ സംഭവിച്ചേ? ജാനു, ഐ നോ എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. യെസ്, നിന്റെ ഭാഗത്ത് മാത്രമേ തെറ്റുള്ളൂ. നീ നീ കാരണം എന്താ സംഭവിച്ചെന്നറിയോ? മാനം എന്നോട് ബ്രേക്കപ്പ് പറഞ്ഞു. What? അത് എന്റെ ജീവിതം നീ നശിപ്പിച്ചു. എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? എനിക്ക് എനിക്ക് ഇനി ആരുണ്ട്? നീ എന്നെ ജാനു, മാനു, ഇല്ല, അവൻ അങ്ങനെ ചെയ്യത്തില്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ അത് അവനോട് സംസാരിക്കാം. അവൻ എന്നെ മനസ്സിലാക്കും. അവൻ എന്ത് ശിക്ഷ നൽകിയാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. ഇനി നീ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നീ ഇനി എന്റെ കൺമുമ്പിൽ വരാതെ നിന്നാ മതി. ഇനി ഒരിക്കലും നിനക്ക് ഇങ്ങനെ ഒരു അനിയത്തി ഉള്ളതായി നീ വിചാരിക്കേണ്ട. അവള് മരിച്ചു. ജാനു, ഓ നോ, ഞാൻ കാരണം ഇപ്പൊ എന്തൊക്കെയാ സംഭവിക്കുന്നേ? എനിക്കിപ്പോ എല്ലാം ശരിയാക്കിയ മതിയാവും ഇല്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. ഇയാള് നേരത്തെ എഴുന്നേറ്റോ? ഇയാളുടെ നാവ് ഇറങ്ങിപ്പോയോ? എടോ, ഐ എം സോറി. ഞാൻ തന്നോട് കാണിച്ചതിനൊക്കെ എനിക്ക് ഉണ്ടായ തെറ്റിദ്ധാരണ കാരണം ഞാൻ എന്തൊക്കെ ചെയ്തു. എനിക്കറിയില്ലായിരുന്നു സത്യാവസ്ഥ. ഇന്നലെയല്ലേ ഇതൊക്കെ പറഞ്ഞത്? ഇനി എന്തിനാ വീണ്ടും? ഇന്നലെ കള്ളം കുടിച്ച് എന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്കറിയില്ല. ബട്ട് ഇപ്പൊ ഞാൻ എന്റെ സ്വബോധത്തോടെ പറയുക, ഞാൻ ചെയ്തതിനൊക്കെ ഐ എം സോറി. ഐ എം റിയലി സോറി. എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്ന്. ഓരോ തെറ്റിദ്ധാരണ കാരണം എനിക്ക് എന്റെ കൺട്രോള് പോയി. തന്നെ ഞാൻ മനഃപൂർവ്വം വേദനിപ്പിച്ചു. ഇന്നലെ അതിന് ഞാൻ തന്നോട് അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തതല്ലേ? പകരം ഇയാളെ എനിക്കൊരു പ്രോമിസും ചെയ്തു. മറന്നോ? ഇല്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പ്രോമിസ് ചെയ്തതല്ലേ, ഞാൻ അത് പാലിക്കും. ഇന്നത്തോടു കൂടി ഇനി നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടാവാൻ ജയിക്കുണ്ടാവില്ല. എല്ലാറ്റിനുള്ള സൊല്യൂഷൻ ആയിരിക്കും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇയാളെന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല, തനിക്കിപ്പോ ഒന്നും മനസ്സിലാവില്ല, അത് വഴിയെ മനസ്സിലാവും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, താൻ കഴിക്കും. തനിക്ക് ഇതൊക്കെ അറിയോ? ഇവിടെ പിന്നെ വേറെ ആരും ഇല്ലല്ലോ, ഞാൻ മാത്രമല്ലേ, എനിക്കിതൊക്കെ അറിയാം. എനിക്ക് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഞാൻ ചിലപ്പോൾ വൈകും. താൻ ഇവിടെ നിൽക്കുന്നോ അതോ വീട്ടിലോട്ട് പോകുന്നോ? എനിക്ക് പോണം. എനിക്ക് അച്ഛനെയും ഏട്ടനെയൊക്കെ കാണണം. ഓക്കെ,
ഇവിടെ ഗാർഡ്സ് ഉണ്ട്, അവരോട് പറഞ്ഞാൽ മതി, അവർ കൊണ്ട് ചെന്നാക്കും. ഉം. എനിക്ക് ഒരു കാര്യം പറയണം. ടേക്ക് കെയർ യുവർ സെൽഫ്. ഞാൻ ചിലപ്പോൾ ഇനി കണ്ടൊന്നും വരത്തില്ല. ആൻഡ് ഐ ലവ് യു. വാട്ട് ഹാപ്പൻഡ്? എന്തിനാ പെട്ടെന്ന് ഇങ്ങനൊക്കെ? എന്താ സംഭവിച്ചേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോളെ നീ എവിടായിരുന്നു? ഞാൻ എന്താ മാത്രം വിഷമിച്ചെന്നോ? എവിടായിരുന്നു? അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, അവളുടെ ഫ്ലൈറ്റ് എവിടെയാ ലാൻഡ് ചെയ്യേണ്ടി വന്നു. കാലാവസ്ഥ ശരിയില്ലായിരുന്നല്ലോ, അതുകൊണ്ടാ അവള് ലേറ്റ് ആയത് ഇവിടെ എത്തുമ്പോ. അച്ഛാ, ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. എനിക്ക് നിന്നെ 2 ദിവസം കാണാതായിരുന്നു. എനിക്ക് ആകെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരു അച്ഛൻ്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അച്ഛാ, സോറി, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അവളുടെ ആ വാർത്ത കേട്ടപ്പോ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിഞ്ഞു. പെട്ടെന്ന് അവളുടെ അടുത്ത് എത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഫോണാണ് ചാർജ് തീർന്ന് ചത്തുപോയി. അതാ എനിക്ക് വിളിച്ചു പോയാൻ പോലും പറ്റാത്തത്. സോറി അച്ഛാ, അച്ഛൻ ഇത്രയും ടെൻഷൻ അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. മോനെ രണ്ടുപേരും തിരിച്ചു വന്നല്ലോ, അത് മതി എനിക്ക്. അല്ല, നിനക്ക് എന്താ പറ്റിയത്? നിന്റെ മുഖത്തൊക്കെ എന്താ ഇങ്ങനെ പാടൊക്കെ? അത് പോകുന്ന വഴിയിൽ വണ്ടിക്ക് ചെറിയൊരു ആക്സിഡന്റ്, ചെറുതായി വീണു. അതാ, അല്ലാണ്ട് ഒന്നുമില്ല. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഓക്കെയാ. എടാ, എന്തൊക്കെയാണോ സംഭവിച്ചത്? അച്ഛാ, പേടിക്കാനൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്കും ഒന്നുമില്ല. അച്ഛൻ വെറുതെ ടെൻഷൻ ആവല്ലേ. അമ്മയെ കണ്ടായിരുന്നോ? അവളും അവൾക്ക് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഞാൻ അവളെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. അതേതായാലും നന്നായി. പിന്നെ അച്ഛാ, ഇതാ ജാനു. മോൻ പറഞ്ഞ ആ കുട്ടിയല്ലേ? മോളെ കാണാൻ മഹാലക്ഷ്മിയെ പോലെയുണ്ട്. മോളെ അകത്തിരിക്കാം. മാൻവി, അച്ഛനോടൊന്നും പറയണ്ട. അച്ഛനൊന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. നീ എന്തിനാ ഇന്നലെ അവിടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടത്? അവൻ ജേക്ക്, അവനിപ്പോ? ഏട്ടാ, ഞാൻ അയാളോട് എന്നെ കെട്ടാൻ പറഞ്ഞു. എന്താന്ന്? എന്തൊക്കെയാടി നീ പറയുന്നേ? സോറി ഏട്ടാ, ബട്ട് സത്യം എനിക്ക് അയാളെ ഇഷ്ടമായി. അതുകൊണ്ടാ. എടേ, നിനക്ക് എന്താ പറ്റിയേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടോ നീ അവനെ സ്നേഹിക്കുന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എപ്പോഴും പറയാറുള്ളതാ വില്ലൻസിനെ ഇഷ്ടം. ബട്ട് എനിക്ക് എങ്ങനെയാടി അവനെ? ഏട്ടാ, എനിക്ക് അറിയത്തില്ല, ബട്ട് എനിക്ക് ഇഷ്ടം. പക്ഷെ ഇന്നെന്തോ അദ്ദേഹം സംസാരിക്കുന്ന കേട്ടിട്ട് എനിക്കെന്തോ പരിഭ്രാന്തി പോലെ. എന്താ പറ്റി? ജാനു, ജാനു, എന്താ മോനെ? നീ രാവിലെ ജെക്കെ വിളിച്ച് എന്താ പറഞ്ഞത്? അത് പിന്നെ എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ ഷിറ്റ്, എടി അവൻ ആകെ തളർന്നിരിക്കുക. മാനവി പറയുന്നത് അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയിന്ന. എനിക്കത് പേടി തോന്നുന്നു. അവൻ എന്തെങ്കിലും ചെയ്യുമോ? നീ എന്തൊക്കെയാ പറയുന്നേ? അവൻ എന്ത് ചെയ്യാനാ? അവനൊരു മാഫിയല്ലേ. അവനെങ്ങനെ അങ്ങനൊന്നും എന്ത് ചെയ്യത്തില്ല. ഏട്ടാ, എനിക്ക് പേടിയാവുന്നു. മാനവി, നീ പേടിക്കാതിരിക്കും, ഒന്നും സംഭവിക്കില്ല. നമുക്ക് കുറച്ചൊരു വെയിറ്റ് ചെയ്യാം. അവൻ വരും. മോനെ, ഇനി ഞാൻ ചെയ്തത് തെറ്റായി പോയോ? ഇല്ല, ഒന്നും സംഭവിക്കില്ല. നീ പേടിക്കാതിരിക്കും. Hello, Mr. JK.
താൻ ഞാൻ വിളിക്കുമ്പോ തന്നെ വരുമെന്ന് വിചാരിച്ചില്ല. ഓ റിയലി? ബട്ട് തന്നെ കാണേണ്ട ആവശ്യം എനിക്കായി പോയല്ലോ. അപ്പോ താനെല്ലാം അറിഞ്ഞിട്ടാണ് വന്നത്. അല്ലാണ്ട് താൻ എന്റെ പിറകെ നിന്ന് കളിക്കുമ്പോ ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ നീ നടത്തിയ ബ്ലാസ്റ്റിങ്ങും എന്റെ ബേസിൽ നടത്തിയ അറ്റാക്കും അതെല്ലാം നീയാണെന്ന് ഞാൻ ഓൾറെഡി അറിഞ്ഞതാ. എന്നിട്ടും ഞാൻ നിന്നെ വെറുതെ വിടുവായിരുന്നു. ഓഹോ, അപ്പൊ എല്ലാം അറിഞ്ഞു. എനിക്കറിയായിരുന്നു നീ എല്ലാം കണ്ടുപിടിക്കുന്നു. ഇപ്പൊ നീ ഇവിടെ വന്നത് നിനക്ക് ജീവനോട് ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്നോടാണോ? താനെന്തിനാണ് ചിരിക്കുന്നേ? തന്റെ ഇത് അവസാനം ശരിയായിരിക്കും. ഞാൻ നിന്നെ ഇവിടെ വരുത്തിയത് തന്നെ കൊല്ലാനാ. സോ ഞാനതൊന്ന് വേഗം നടത്തട്ടെ. എന്നിട്ട് വേണം എനിക്ക് ഈ അണ്ടർവേൾഡിന്റെ കിങ് ആവാൻ. എന്ത് നല്ല നടക്കാത്ത ആഗ്രഹം. സോ താനെന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? തുടങ്ങിക്കൂടെ? യോ, എന്ത് തേങ്ങയാണ് നിങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? Kill him. ജാനു, നിന്റെ ഫോണാ? മാനു, നീ അതൊന്ന് എടുക്ക്. ഞാനിവിടെ ഒരു ജോലിയില്ല. ആ ഓക്കെ. ഇത് അൺനോൺ നമ്പറാ. ഹലോ? ഏട്ടാ, എന്താ പറ്റി? മാനു, എന്താടാ? ആരാ കോളില്? എന്താ പറഞ്ഞേ? ഏട്ടാ, ജക്കിക്ക് എന്താ പറ്റി? ഏട്ടാ പറ ഏട്ടാ, എന്താ പറ്റി? മാനു, എന്താ പറ്റിയെന്ന് പറ പ്ലീസ്. ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കല്ലേ. സ്വയം പോയി. എനിക്ക് അറിയില്ലടി. ഒന്നും ചെയ്യത്തില്ല. കള്ളം പറയല്ലേ. എനിക്കിപ്പൊ കാണണം. ഏട്ടാ കൊണ്ടുപോന്നെ. മാനു, നീ വെറുതെ വെറുതെ പറയല്ലേ. എനിക്ക് ചെക്കി കാണണം. ഈ കള്ളം പറയാതെ. ഇല്ല ജാനു, ഞാൻ സത്യം പറഞ്ഞു. ഇല്ല, അവൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. കള്ളം പറയാം. അവൻ എന്റെ ഏട്ടനല്ലേ. അവൻ അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്തൊക്കെ ദേഷ്യത്തിലാ പറഞ്ഞു. എവിടെയാ മനോവൻ? എനിക്ക് കാണണം. പ്ലീസ് ഏട്ടാ, എന്നെ കൊണ്ടുപോ. എനിക്ക് കാണണം. दूरियां फिर भी कम ना हुई, एक अधूरी सी हमारी कहानी रही. आसमां को जमीन ये जरूरी नहीं, जा मिले इश्क सच्चा वही जिसको मिलती नहीं मंजिलें. रंग थे नूर था जब करीब तू था, एक जन्नत सा था ये जहां. की रेत पे कुछ मेरे नाम सा लिख के छोड़
हमारी अधूरी कहानी, हमारी अधूरी कहानी, हमारी अधूरी कहानी, हमारी अधूरी कहानी। ജയിക്ക്. ജയിക്ക് നിങ്ങളുടെ ആരാ? ഹീസ് എ മാഫിയ. നിങ്ങൾക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം ബോഡി കത്തി ചാമ്പലായിട്ടുണ്ട്. ആരാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പോസ്റ്റ്മോർട്ടവും മെഡിക്കൽ റിപ്പോർട്ടും വന്നാൽ എന്തെങ്കിലും പറയാൻ പറ്റും. ഫൈറ്റ് നടക്കുവാണെന്നാ നാട്ടുകാർ പറഞ്ഞത്. ഗൺഷോട്ടൊക്കെ സൗണ്ട് കേട്ടു, അങ്ങനെയൊക്കെ. ബട്ട് ഞങ്ങളിവിടെ വന്നപ്പോ ഫുള്ള് കത്തി ചാമ്പലായിട്ടുണ്ടായിരുന്നു. അയ്യോ, ഇല്ല, അങ്ങനെയൊന്നും നടക്കില്ല ഏട്ടാ. അതൊന്നും അല്ല. എനിക്കൊന്നും സംഭവിക്കില്ല ഏട്ടാ. പറ പ്ലീസ്. കരയില്ലടി. നിനക്ക് ജയിക്ക് അറിയാന്ന് പറഞ്ഞ അവരുടെ ഭാഗത്തൊന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നീ മിണ്ടാതിരിക്കും, നമുക്ക് ഇവിടുന്ന് പോവാം. അവനങ്ങനെയൊക്കെ ചെയ്യോ? അവൻ എന്നെ വിട്ടിട്ട് പോവോ? ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിലല്ല അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നോട് അവൻ എങ്ങനെ തോന്നും? പ്ലീസ്, നിങ്ങൾ രണ്ടുപേരും കരയാതിരിക്കും. ജയിക്കൊക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നത്. ഇവിടെ ഉണ്ടോന്ന് പോലും അറിയില്ലല്ലോ. വെയിറ്റ് ചെയ്യ. ജയിക്ക് ജീവനോട് ഉണ്ടെങ്കിലോ? നിങ്ങൾ വെറുതെ കരഞ്ഞിട്ട്. അവനങ്ങനെ എന്നെ വിട്ട് പോകാനൊന്നും പറ്റത്തില്ല. അവനുണ്ടാവും, എനിക്ക് ഉറപ്പാ. എനിക്ക് പേടിയാവുന്നു. ഒന്നുമില്ല, നീ സ്ട്രോങ് ആയിരിക്കും. അവനുണ്ടാവും, നീ പേടിക്കാതിരിക്കും. ഞാൻ പോയി നോക്കാം. മാൻവി മോളെ, എന്തിനാ കരയുന്നേ? അച്ഛൻ പറഞ്ഞു മക്കളെല്ലാം വിഷമത്തിലാന്ന്. അതാ ഞാൻ വന്നേ. എന്താ പറ്റിയേ? മോളെന്തിനാ കരയുന്നേ? മോളെ കരയല്ലേ, എന്തുണ്ടേലും ശരിയാവും. മോളിങ്ങനെ കരയല്ലേ. അമ്മയല്ലേ കൂടെയുള്ളേ? വാ, അകത്തേക്ക് വാ. അമ്മ എന്താ ഈ നേരത്ത് വന്നേ? ഒന്നുമില്ല മക്കളെ, ഇത് അച്ഛൻ പറഞ്ഞു നിങ്ങളൊക്കെ സങ്കടത്തിലാന്ന്. അതാ എന്താ പറ്റിയെന്നറിയാണ്ട് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു, അതുകൊണ്ട് വന്നതാ. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയ മക്കളെ? എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? എന്തേലും ഒന്ന് പറ. അത് അമ്മ. ഓ, അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിയില്ലേ? ഇല്ല. ആ, സാരമില്ല, പോട്ടെ. നിങ്ങളാരും ഒന്നും പറയാൻ നിൽക്കണ്ട. എല്ലാം ശരിയോ. മക്കൾ വിഷമിക്കാതിരിക്കുക. ഇത് ജാനു അല്ലേ? മോൻ പറഞ്ഞിട്ടുണ്ട്. മോളെ മാൻവി, നീ ഇങ്ങോട്ട് വാ. മോള് വെറുതെ വിഷമിക്കേണ്ട. മോളുടെ ജയിക്ക് തിരിച്ചു വരും. നിങ്ങൾ എവിടെ ഇരിക്കെ? ഞാൻ പോയി നോക്കി വരാം. എടാ, നീ ഇവിടെ ആയിരുന്നടാ. മനുഷ്യൻ എവിടെ തീ തിന്നു. എന്തിനാ ഇപ്പൊ വന്നത്? മനുഷ്യൻ കൊല്ലായിരുന്നല്ലോ. സാനു, ചെക്കൻ, നീ എവിടെ ആയിരുന്നടാ? എന്തിനാ ഇതൊക്കെ? ഞങ്ങൾ ആകെ പേടിച്ചു. എന്താ ചെയ്യാൻ ശ്രമിച്ചത്? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതാണോ? എനിക്ക് പ്രോമിസ് എന്നത് പാലിക്കുന്നു പറഞ്ഞിട്ട് എന്താ പറ്റില്ലാല്ലേ? നിനക്ക് അത്ര പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചോ? ഇതിനൊക്കെ ഞാൻ തരുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? ആരേത്? ഇവന് വേണ്ടിയാണോ നിങ്ങളൊക്കെ ഇത്ര നേരം വിഷമിച്ചോണ്ടുന്നത്? കൊള്ളാം, എനിക്ക് മനസ്സിലായി ഇനിയിപ്പോ ആരാണ്. മാനു, നീ എന്നോടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഓ, അപ്പൊ മാൻവി സ്നേഹിക്കുന്ന ചെറുക്കനാണല്ലേ? ആയിക്കോട്ടെ, ഇപ്പൊ എല്ലാവർക്കും ഓരോരുത്തരുണ്ടല്ലോ. മക്കള് തന്നെ ഓരോരുത്തരെ കണ്ടുപിടിച്ചത് കിട്ടിയത്. അച്ഛനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇനി ഞാനങ്ങോട്ട് പെട്ടെന്ന് നടത്തി തന്നാ പോരെ? എന്റെ കിട്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചത്, നിങ്ങളുടെ കിട്ടെന്ന് ഞാൻ തീരുമാനിക്കാം.
നോക്കണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ പാവ, അച്ഛനോടൊന്നും പറയണ്ട, അച്ഛൻ അറിഞ്ഞത് മതി. മക്കൾ ഇനി കഴിഞ്ഞതോർത്ത് വിഷമിക്കണമെന്നില്ല, എല്ലാം ശരിയായല്ലോ, ഇനി സമാധാനപ്പെടും. എല്ലാവർക്കും നല്ല ക്ഷീണം കാണുന്നുണ്ട്, റെസ്റ്റ് എടുക്ക്. അമ്മ പോവല്ലമ്മ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ఇంకేం కావాలే చాలే ఇది చాలే నీకై నువ్వే వచ్చి వాలావే ఇకపై తిరనాళ్ళే గుండెల్లోన వేగం పెంచావే గుమ్మంలోకి హోలీ తెచ్చావే నువ్వు పక్కనుంటే ఇంతేనేమోనే నాకొక్కో గంట ఒక్కో జన్మే మళ్ళీ పుట్టి చేస్తున్నా ఇంకేం కావాలే చాలే ఇది చాలే నీకై నువ్వే వచ్చి వాలావే ఇకపై తిరనాళ్ళే గుండెల్లోన వేగం పెంచావే గుమ్మంలోకి హోలీ తెచ్చావే నువ్వు పక్కనుంటే ఇంతేనేమోనే నాకొక్కో గంట ఒక్కో జన్మే మళ్ళీ పుట్టి చేస్తున్నా. ആ, തിരക്കൊക്കെ കഴിഞ്ഞല്ലോ. എല്ലാവർക്കും നല്ല ക്ഷീണം കാണുമെന്നറിയാം. എല്ലാവരും റെസ്റ്റ് എടുത്തു. മക്കളെ, നിങ്ങൾ അവർക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്കുക. ലക്ഷ്മി, താൻ എന്റെ കൂടെ വാ. രണ്ടുപേരും പരസ്പരം പറഞ്ഞിട്ട് എല്ലാം ശരിയാക്കണം. ഇനി ഒന്നും മനസ്സിൽ വെച്ച് നടക്കണ്ട, എല്ലാം പറഞ്ഞ് ഇന്നത്തോടെ തീർത്തേക്കണം. ആ, എന്നാ ചെല്ല്. മനു, നീ ഹാപ്പി അല്ലടാ? നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടോ? ജാനു, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തെ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു, എന്നോട് ക്ഷമിക്കും. അല്ലാണ്ട് എനിക്ക് നിന്നോടൊന്നുമില്ല. നിന്നെ അല്ലടി ഞാൻ സ്നേഹിക്കുന്നേ. എനിക്ക് നിന്നോട് മാത്രമല്ല അങ്ങനെ പെരുമാറാൻ പറ്റൂ. സോറി ഞാൻ ചെയ്തതിനൊക്കെ. നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എടാ, എനിക്കത് മനസ്സിലാവും. നിന്നെ അല്ലാണ്ട് വേറെ ആരെയാ ഞാൻ മനസ്സിലാക്കേണ്ടത്? എനിക്ക് ഒരു ദേഷ്യമില്ല നിന്നോട്. മറിച്ച് നിന്നെ പോലെ ഒരാളെ ഇഷ്ടപ്പെട്ടതിന് എനിക്ക് അഭിമാനം തോന്നുന്നു. പിന്നെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? താൻ നെർവസ് ആണോ? തനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞു. മനു, നീ എന്റെ കംഫർട്ട്. നിന്റെ കൂടെ എന്നും ഞാൻ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് നീ പേടിക്കണമെന്നില്ല. നീ എന്ത് ചെയ്താലും അതിന് എനിക്ക് പൂർണ്ണ സമ്മതം. ഐ ലവ് യു ജാനു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ പൊന്ന്, ഇവിടെ എന്റെ കൺട്രോൾ കളയുന്ന തോന്നുന്നേ വീണ്ടും. പേടിക്കണ്ട, ഇത് ഞാനാ. നിനക്ക് എന്നോട് ഒന്നും പറയാനില്ലേ? ഐ ആം സോ മണി. ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നീ ഒരുപാട് സംസാരിക്കുന്നു. ഞാൻ ചോദിക്കുന്നില്ല നീ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന്. ബട്ട് എനിക്കറിയാം, ഞാൻ അറിഞ്ഞ നീയെങ്കിലും ഇതുപോലെ എന്തെങ്കിലും നടത്തരം ഞാനും കാണിച്ചേനെ. ജയിക്കേനി എന്റെ ജീവിതത്തിൽ ശല്യാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു. പക്ഷേ നീ മാഫിയ ജയിക്കയെ ഇല്ലാതാക്കിയതാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇയാളുടെ പേര് ജെ എന്നാണോ? ഞാൻ രജിസ്റ്ററിൽ ഒപ്പിടുമ്പോ കണ്ടു. അതെ. ഇത്ര നല്ല പേരുണ്ടായിട്ടാണോ ഈ ജെ കെ എന്നും പറഞ്ഞ് നടന്നത്? അങ്ങനെ നിങ്ങൾക്ക്
ഐഡന്റിറ്റി റിവീൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാ. ആ ഞാൻ വായിച്ചിട്ടുണ്ട്. ഏ ആ ഒന്നുമില്ല. ഈ അതിപ്പോ ഉറക്കം വരുന്നില്ലേ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ കിടക്കാൻ പോവാം. ഉറക്കമൊക്കെ വരുന്നുണ്ട്. ബട്ട് ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? എന്തോ എങ്ങനെ ഇയാള് 2 പ്രാവശ്യം എന്നെ ഞാൻ പറയുന്നില്ല എന്നിട്ടും ഇയാൾക്ക് ഫസ്റ്റ് നൈറ്റാണല്ലേ? ഫസ്റ്റ് അല്ല, എന്നാലും നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അല്ലേ? അതിനോ ഒന്നുമില്ല എന്റെ പൊന്നുമോളെ, ഇങ്ങ വാ. എന്താ ഇവിടെ നടക്കുന്നേ? ആ ജെ, മാൻവി, 2 പേരുണ്ടല്ലോ. നേരത്തെ വന്നു. ആ ഞങ്ങള് വന്നിട്ട് 1 അരമണിക്കൂറായി. അപ്പോഴേക്കും ദേ ഇവിടെ കഥ പറയുന്നു. എന്താ കഥ കേൾക്കാന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴാ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത്. എടാ ഏട്ടാ, നീ ഞങ്ങളുടെ പിള്ളേരെയൊക്കെ ചീത്തയാക്കോ? അയ്യടി, ഞാൻ അവരോട് വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടില്ല. നീ വെറുതെ ഇനി ചിന്തിച്ചു കൂട്ടണ്ട. അളിയ, ജാനു എവിടെ? ആ അവള് കിച്ചണിലുണ്ടാവും. ആ എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പിന്നെ അളിയ, ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഓ ഒന്നും പറയാനില്ല അളിയ, ടയേർഡായി. പിന്നെ മോൻ ഇവിടെ ഉള്ളതുകൊണ്ട് അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നു. ആ അത് ഏതായാലും നന്നായി, ഇന്ന് ഇവിടെ തന്നെ. ആ ആലോചിക്കാം. അല്ല, അച്ഛനും അമ്മയും? ആ അവർ 2 പേരും കുടുംബക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഓ മാനവി പറഞ്ഞില്ലായിരുന്നോ? അവക്കറിയായിരുന്നല്ലോ. ആ അവള് മറന്നതാണ്, ഞാൻ പിന്നെ ചോദിച്ചതുമില്ല. വാ സൂപ്പർ, എല്ലാം പറഞ്ഞല്ലേ? സബാഷ്, എനിക്കിത് തന്നെ വേണം. ഞാൻ എന്തിനാ ഈ ചെറുക്കനെ ഇവിടെ കൊണ്ടു ചെന്നാക്കിയത്? എടാ സോറി, അവര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിള്ളാരെ, ഇതും കേട്ട് ഇനി ഡാഡയെ ഉപദ്രവിക്കാനൊന്നും നിൽക്കല്ലേ. ഈ ചെവിയെ കേട്ടത് മറ്റേ ചെവിയെ വിടണം. എല്ലാവരുടെയും കഥ പറച്ചിലൊക്കെ കഴിഞ്ഞില്ലേ? ഇനി വാ, ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാം. വാ വാ പിള്ളേരെ, വാ വാ വാ. മോനെ അപ്പു, വാവച്ചി, വായോ. ഡാളിയ, ഈ ചെറുക്ക മിക്കവാറും എന്റെ പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നാ തോന്നുന്നേ. അതിനെന്താ അളിയ, നമ്മുടെ കൊച്ചല്ലേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി നിങ്ങളെ പ്രത്യേകം വിളിക്കണോ? വരുന്നില്ലേ ഫുഡ് കഴിക്കാൻ? ആ നീ വന്നു. ഷെടാ, ഇവളെ കൊണ്ട്. പിള്ളേരോട് കഥ പറഞ്ഞപ്പോഴോർത്തത് നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടാ വന്നേന്നല്ലേ. എനിക്ക് വയ്യ, എത്ര പെട്ടെന്നല്ലേ എല്ലാം മാറിയത്. അതെ, എല്ലാം കഴിഞ്ഞില്ലേ? ഇനി അതൊന്നും ഓർക്കാതിരിക്കും. ഇനി അതൊന്നും ഓർത്തിട്ട് കാര്യമില്ലല്ലോ. കിടന്നുറങ്ങാൻ നോക്ക്. ഓ ആയിക്കോട്ടെ. അല്ല, മോളെവിടെ? ആ അവൾ അപ്പുവിന്റെ ഒന്നിച്ച് കിടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ കിടക്കാൻ പോയിട്ടുണ്ട്. മാനു അവളെ ഉറക്കി കാണും. ആ അതേതായാലും നന്നായി. നിനക്കൊട്ടും സ്നേഹമില്ല. മാൻവി, പിള്ളേരൊക്കെ ഉറങ്ങിയോ?
ഏട്ടാ അവരുറങ്ങി. ഓ അങ്ങനെയാണല്ലേ, എന്നാ എനിക്ക് കുറച്ച് പണിയുണ്ടല്ലോ. വേണ്ട ഏട്ടാ. സോറി, എനിക്കൊന്നും കേൾക്കുന്നില്ലേ? It's not a secret I try to hide. I know you want me, so don't keep saying our hands are tied. You claim it's not in the cards, fate is pulling you miles away and out of reach from me. But you're here in my heart, so who can stop me if I decide that you're my destiny? What if we rewrite the stars? Say you were made to be mine. Nothing could keep us apart. You'd be the one I was meant to find. It's up to you, and it's up to me. No one can say what we get to be. So why don't we rewrite the stars? Maybe the world could be ours tonight. All I want is to fly with you. All I want is to fly.